ഓം സംഗചത്വം സംവദത്വം സംഭോ മനസി ജാനത ദേവഭാവം യഥാ പൂർവേ ദേവഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസതേ സഞ്ജാനാന ഉപാസതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി ലഘുവ്യായാമങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മുടെ ഹെഡ് അപ്പ് ചെയ്യാം, ഇൻഹേൽ ചെയ്തുകൊണ്ട്. എക്സേൽ ചെയ്തുകൊണ്ട് ഡൗൺ ചെയ്യാം. എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ, ഇൻഹേൽ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് എക്സേൽ ചെയ്ത് ഡൗൺ ചെയ്യാം, ഇൻഹേൽ ചെയ്ത് നേരെ വരാം. എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, exhale down, inhale up, exhale down, inhale up, exhale, inhale. അതുപോലെ ചിൻ സൈഡ് റൈറ്റ് സൈഡിലേക്ക് എക്സേൽ ചെയ്യാം, ഇൻഹേൽ ചെയ്ത് നേരെ വരാം. വീണ്ടും എക്സേൽ ചെയ്ത് എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. സ്കന്ധ റൊട്ടേഷൻ ചെയ്യാം. ഷോൾഡറുകൾ പാലായി കൈകൾ വെച്ച് എൽബോസ് ചേർത്ത് വെച്ച് ഇൻഹേൽ ചെയ്തുകൊണ്ട് അപ്പ് ചെയ്യാം, എക്സേൽ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം. പിന്നെ ഇൻഹേൽ, then exhale to join. Inhale, exhale to join. അതുപോലെ റിവേഴ്സ് ചെയ്യാം. ഇൻഹേൽ ചെയ്ത് അപ്പ് ചെയ്യാം, എക്സേൽ ചെയ്തിട്ട് ഡൗൺ ചെയ്യാം. ഇൻഹേൽ, exhale, inhale, exhale. ഇനി ടങ് മൂവ്മെന്റ് ചെയ്യാം. എക്സേൽ ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് പോവാം, ഇൻഹേൽ ചെയ്ത് നേരെ വരാം. എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ. അതുപോലെ നീ മൂവ്മെന്റ് ചെയ്യാം. കൈകൾ സ്ട്രെയിറ്റ് വെച്ചിട്ട് എക്സേൽ ചെയ്ത് ഡൗൺ ചെയ്യാം, ഇൻഹേൽ ചെയ്ത് ഉയർന്നു വരാം. എക്സേൽ, then inhale up. ഇനി നമുക്ക് യോഗ പോസ്റ്ററുകളിലേക്ക് പോകാം. ആദ്യം താടാസന, കൈകൾ കോർത്ത് പിടിച്ച് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കാം. ഇൻഹേൽ ചെയ്ത് പൊസിഷനിൽ 5 സെക്കൻഡ്സ് നോർമൽ ബ്രീത്ത് ചെയ്യാം. അതിനുശേഷം എക്സേൽ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. ഇത് തന്നെ സൈഡ് വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. കാലുകൾ അല്പം അകത്തി വയ്ക്കാം ഒരു ബാലൻസിന് വേണ്ടി. അതിനുശേഷം കൈകൾ ഇതുപോലെ കോർത്ത് പിടിച്ച് മുകളിലേക്ക് ഉയർത്താം. പൊസിഷനിൽ നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. കണ്ണുകൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് ബാലൻസ് ക്ലിയറായി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത യോഗ പോസ്റ്ററായ വൃക്ഷാസന ചെയ്യാം. വൃക്ഷം എന്നാൽ ട്രീ ആണ്. നമ്മുടെ റൈറ്റ് ലെഗ് ലെഫ്റ്റ് തൈയുടെ അടുത്ത് ഇതുപോലെ വെച്ച് കൈകൾ രണ്ടും ശ്വാസം എടുത്ത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് നിൽക്കാം. ഏതെങ്കിലും ഒരു പോയിന്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് സുഖമായിട്ട് നിൽക്കുവാൻ സാധിക്കും. 5 സെക്കൻഡ്സ് പൊസിഷനിൽ നിന്ന ശേഷം കൈകൾ വശങ്ങളിലൂടെ ശ്വാസം കളഞ്ഞ് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. ഇത് തന്നെ സൈഡ് വ്യൂ ആണ് കാണിക്കുന്നത്. ലെഫ്റ്റ് ലെഗ് റൈറ്റ് തൈയുടെ മുകളിൽ പ്ലേസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലൂടെ കൈകൾ ശ്വാസം എടുത്ത് ഉയർത്താം. പൊസിഷനിൽ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാം. സാവകാശം കൈകൾ താഴേക്ക് എക്സേൽ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം.
നമുക്ക് ഇതുപോലെയും ഇത് ചെയ്യാൻ ബാലൻസ് കിട്ടാത്തവർക്ക് കണങ്കാലിൻ്റെ ഭാഗത്ത് കാലുകൾ ഇതുപോലെ വെച്ച്, അല്ലെങ്കിൽ കാഫ് മസിൽസിൻ്റെ ഭാഗത്ത് കാലുകൾ ഇതുപോലെ വെച്ച് ശ്വാസമെടുത്ത് കൈകൾ ഉയർത്തി ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തും ഇത് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് അർദ്ധചന്ദ്രാസന ചെയ്യാം. കൈകൾ ബട്ടക്സിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച ശേഷം ബാക്കിലേക്ക് ഇൻഹേൽ ചെയ്തുകൊണ്ട് ബെൻഡ് ചെയ്യാം. പൊസിഷനിൽ നോർമൽ ബ്രീത്ത് ചെയ്യാം. 5 സെക്കൻഡ്സ് നിന്ന ശേഷം നമുക്ക് സാവകാശം പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. ഇനി നമുക്ക് പാദഹസ്താസന ചെയ്യാം. കൈകൾ ശ്വാസം എടുത്ത് ഉയർത്താം. ശ്വാസം കളഞ്ഞുകൊണ്ട് എക്സേൽ ചെയ്തുകൊണ്ട് കൈപ്പത്തികൾ തറയിൽ പ്ലേസ് ചെയ്യാം, ചേർത്ത് മുട്ടുവളക്കാതെ. 5 സെക്കൻഡ്സ് നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് സാവകാശം ഉയർന്നു വരാം. ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം കളഞ്ഞുകൊണ്ട് ഈ വശങ്ങളിലൂടെ കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം. ഇത് തന്നെ സൈഡ് വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. ഇൻഹേൽ, റൈസ് യുവർ ഹാൻഡ് ആൻഡ് ഇൻഹേൽ, എക്സേൽ ഡൗൺ. പറ്റുന്നത്ര ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാം. തറയിൽ മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ്റുന്നത്ര ചെയ്തിട്ട് നമുക്ക് ആ പൊസിഷനിൽ 5 സെക്കൻഡ് നിന്ന ശേഷം ഇൻഹേൽ ചെയ്ത് കൈകൾ ഉയർത്താം. എക്സേൽ ചെയ്തുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ കൊണ്ടുവരാം. അടുത്തത് ത്രികോണാസനയാണ്. ത്രികോണാസന ചെയ്യാനായിട്ട് കാലുകൾ ഷോൾഡറിനേക്കാളും അല്പം അകത്തി വെച്ച്, കൈകൾ ഷോൾഡറിനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച്, വലത് കാലിലെ കാൽപാദങ്ങൾ സ്ട്രെയിറ്റായി വെച്ച് വശങ്ങളിലേക്ക് ചരിയുക. കൈകൾ സ്ട്രെയിറ്റായിരിക്കണം. പാം സൈഡിലേക്ക് നോക്കി നോർമലായിട്ട് നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാം. 5 സെക്കൻഡ്സ് ചെയ്ത ശേഷം അതുപോലെ തന്നെ അടുത്ത സൈഡിലേക്കും ചെയ്യാം. പാം സൈഡിലേക്ക് സ്ട്രെയിറ്റ് നോക്കി പൊസിഷനിൽ ഇതുപോലെ നിൽക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരാം. അടുത്തത് ഭദ്രാസനയാണ്. ഭദ്രാസന ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ബട്ടർഫ്ലൈ ചെയ്യാം. പതംഗാസന. കാലുകൾ ഇതുപോലെ പ്ലേസ് ചെയ്ത് കൈകൾ കോർത്ത് പിടിച്ച് ചെറുതായി മൂവ് ചെയ്യാം. അതിനുശേഷം കാലുകൾ സ്ട്രെച്ച് ചെയ്ത് തറയോട് ചേർത്ത് ഇതുപോലെ നടുനിവർത്തി നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്ത് ഇരിക്കാം. ഭദ്രാസനയാണ് ഇതിൻ്റെ പേര്. അതിനുശേഷം നമുക്ക് വജ്രാസനയിൽ വരാം. വജ്രാസന ചെയ്യാനായിട്ട് മുട്ടുകൾ മടക്കി നേരെ ഇരിക്കാം. നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. ഇത് തന്നെ സൈഡ് വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ബട്ടക്സ് ഭാഗം കാലുകളുടെ സൈഡിലായിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്യാം. കൈകൾ തുടയുടെ ഭാഗത്ത് വെച്ച് നടുനിവർത്തി നേരെ ശ്വാസോച്ഛ്വാസം ചെയ്ത് ഇരിക്കാം. അടുത്തത് നമുക്ക് ഉഷ്ട്രാസന ചെയ്യാം. ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ ക്യാമലാണ്. ക്യാമൽ ചെയ്യാനായിട്ട് ഇതുപോലെ കൈകൾ പ്ലേസ് ചെയ്ത് നോർമൽ ബ്രീത്തോടു കൂടി ഇരിക്കാം. ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലളിതമായിട്ടും ഇങ്ങനെ ചെയ്യാം. കൈകൾ ബട്ടക്സ് പോർഷനിൽ വെച്ചുകൊണ്ട് ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് നോർമൽ ബ്രീത്തോടു കൂടി പൊസിഷനിൽ 5 സെക്കൻഡ്സ് ഇരിക്കാം. അത് അർത്ഥ ഉഷ്ട്രാസനയാണ് നമ്മൾ ചെയ്തത്. ഇനി ശശാങ്കാസന ചെയ്യാം. വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് കൈകൾ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്ത് എക്സേൽ ചെയ്ത് പൊസിഷനിൽ വരിക. പൊസിഷനിൽ നോർമൽ ബ്രീത്തോടു കൂടി ഇരിക്കാം. സാവകാശം ഉയർന്നു വരാം. ഇനി വജ്രാസനത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് പതുക്കെ ട്വിസ്റ്റ് ചെയ്ത് താഴേക്കിരിക്കാം. പറ്റുന്നവർ മാത്രം ഇരിക്കുക, അല്ലാത്തവർ വജ്രാസനത്തിലിരിക്കുക. ഉത്ഥാന മണ്ഡൂകാസനം എന്നാണ് ഇതിനെ പറയുന്നത്.
കൈകൾ ഷോൾഡർ സൈഡിലേക്ക് ക്രോസ് ആയിട്ട് ഇതുപോലെ വെച്ച് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. അടുത്ത വക്രാസന. നമ്മൾ റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് കൈകൾ ഇതുപോലെ ചുറ്റി പിടിക്കുക. എന്നിട്ട് മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക. പൊസിഷനിൽ നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. 5 സെക്കൻഡ്സ് പൊസിഷനിൽ ഇരുന്ന ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഗിൻ്റെ മുട്ടിൻ്റെ പോർഷനിൽ ഇതുപോലെ വെച്ച് നമ്മൾ ഇതുപോലെ ചുറ്റി പിടിക്കുക. കൈകൾ മാക്സിമം ട്വിസ്റ്റ് ചെയ്ത് ഇരിക്കാം. പൊസിഷനിൽ നോർമൽ ബ്രീത്ത് ചെയ്യാം. അടുത്ത നമുക്കൊരു റിലാക്സിങ് പോസ്റ്ററാണ് മകരാസന. മകരാസന ചെയ്യാനായിട്ട് നമ്മൾ കമന്ന് കിടന്ന് കാലുകൾ അകത്തി വെച്ച് കൈകൾ ഇതുപോലെ വെച്ച് തല ഒരു വശത്തേക്ക് ചരിച്ച് വെച്ച് നോർമൽ ബ്രീത്തോടുകൂടി കിടക്കാം. അടുത്തത് ഭുജംഗാസന. കൈകൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കുത്തി കൈകളിൽ ബലം കൊടുത്ത് സാവകാശം ഉയരുക. പൊസിഷനിൽ നോർമൽ ബ്രീത്ത് ചെയ്യാം. 5 സെക്കൻഡ്സ് നിന്ന ശേഷം നമുക്ക് സാവകാശം എക്സേൽ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അടുത്ത ശലഭാസനയാണ്. ശലഭാസനയായിട്ട് കൈകൾ ഇതുപോലെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് 2 കാലുകളും സാവകാശം ഉയർത്താം. പൊസിഷനിൽ നോർമൽ ബ്രീത്ത് ചെയ്യാം. 5 സെക്കൻഡ്സ് പൊസിഷനിൽ നിന്ന ശേഷം നമുക്ക് കാലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം. അടുത്തത് അർത്ഥ മേരുദണ്ഡാസനയാണ്. വലത് കാല് ഇതുപോലെ ഉയർത്താം. എക്സേൽ ചെയ്ത് ഡൗൺ ചെയ്യാം. ലെഫ്റ്റ് ലെഗ് ഇൻഹേൽ ചെയ്ത് അപ്പ് ചെയ്ത് പൊസിഷനിൽ 5 സെക്കൻഡ്സ് നിന്ന ശേഷം ഡൗൺ ചെയ്യാം. ഇനി 2 കാലുകൾ ഇതുപോലെ ഉയർത്താം. 5 സെക്കൻഡ് പൊസിഷനിൽ നിന്ന ശേഷം നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അടുത്ത ലഘു പവനമുക്താസനാണ്. വലതുകാല് മടക്കി കൈകൾ കോർത്ത് ശ്വാസം കളഞ്ഞ് ഇതുപോലെ ഉയർന്നു വരിക. പൊസിഷനിൽ നോർമൽ ബ്രീത്ത് ചെയ്യാം. ഇൻഹേൽ ചെയ്തിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അതുപോലെ ലെഫ്റ്റ് ലെഗും കോർത്ത് പിടിച്ച് എക്സേൽ ചെയ്ത് ചിൻസൈനോട് ചേർത്ത് മുട്ടിക്കാം. പറ്റാത്തത് പറ്റുന്ന പോലെ ചെയ്ത് ഇൻഹേൽ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് ചെയ്യാം. ഇനി 2 കാലുകൾ അതുപോലെ തന്നെ ഒരുമിച്ച് കോർത്ത് കൊണ്ടുവരാം. എക്സേൽ ചെയ്ത് അടുപ്പിക്കാം. പൊസിഷനിൽ നോർമൽ ബ്രീത്ത് ചെയ്യാം. 5 സെക്കൻഡ്സ് ചെയ്ത ശേഷം ഇൻഹേൽ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അടുത്തത് അർത്ഥഹലാസനയാണ്. കാലുകൾ ഉയർത്തിക്കൊണ്ടുവരാം. വെർട്ടിക്കലായിട്ട് പൊസിഷനിൽ നോർമൽ ബ്രീത്തോടുകൂടി ഇതുപോലെ സ്ഥിതി ചെയ്യാം. അതിനുശേഷം എക്സേൽ ചെയ്തുകൊണ്ട് കാലുകൾ സാവകാശം ഡൗൺ ചെയ്യാം. ഇനി സേതുബന്ധാസനയാണ്. ബ്രിഡ്ജ് പോസ്റ്ററാണ് ഇത്. കാലുകൾ ഇതുപോലെ കാലുകളിൽ കൈകൾ പിടിച്ച് ബട്ടക്സ് പോർഷൻ മാക്സിമം അപ്പ് ചെയ്ത് പൊസിഷനിൽ നോർമൽ ബ്രീത്തോടുകൂടി സ്ഥിതി ചെയ്യാം. 5 സെക്കൻഡ് ഇതുപോലെ നിന്ന ശേഷം സാവകാശം നമുക്ക് ബട്ടക്സ് താത്തി പൂർവ്വസ്ഥിതി പ്രാപിക്കാം. ഇനി ശവാസന ചെയ്യാം. കൈയും കാലും അകത്തി വെച്ച് ശരീരപ്പാർട്ടുകളെല്ലാം റിലാക്സ് ആയിട്ട് കുറച്ചു നേരം നമുക്ക് കിടക്കാം. ഇനി കപാൽഭാതി ക്രിയയാണ്. ഇതുപോലെ സുഖാസനത്തിൽ ഇരുന്നുകൊണ്ട് ബെല്ലി എക്സേൽ ചെയ്ത് ബാക്കിലേക്ക് വലിക്കുകയും അതുപോലെ റിലീസ് ചെയ്യുകയും ചെയ്യുക. ഇൻഹേൽ ചെയ്ത് റിലീസ് ചെയ്യുക. ഈ മൂവ്മെന്റ് ഇങ്ങനെ ചെയ്യുക. ഇനി നമുക്ക് ശീതളി പ്രാണായാമം ചെയ്യാം. ശീതളി നാക്ക് ബാക്കിലേക്ക് മടക്കി വെച്ച് വായിലൂടെ ഇൻഹേൽ ചെയ്യാം. മൂക്കിലൂടെ എക്സേൽ ചെയ്യാം. വായിലൂടെ ഇൻഹേൽ ചെയ്യാം. മൂക്കിലൂടെ എക്സേൽ ചെയ്യാം. ഇത് സിൽക്കാരി പ്രാണായാമമാണ്. അടുത്ത് നമുക്ക് ശീതളി ചെയ്യാം.
നാക്ക് ഒരു പൈപ്പ് പോലെ വളച്ച് വെച്ച് അതിലൂടെ ഇൻഹേൽ ചെയ്യാം, എന്നിട്ട് മൂക്കിലൂടെ എക്സേൽ ചെയ്യാം. ഇനിയൊരു പ്രാണായാമം നമുക്ക് ചെയ്യാം. അനുലോമ വിലോമ പ്രാണായാമ. തമ്പുകൊണ്ട് റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്ത് ലെഫ്റ്റിലൂടെ ശ്വാസമെടുത്ത് ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് റൈറ്റിലൂടെ എക്സെയിൽ ചെയ്യാം. വീണ്ടും റൈറ്റിലൂടെ ഇൻഹേൽ ചെയ്ത് റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റിലൂടെ എക്സെയിൽ ചെയ്യാം. അങ്ങനെ ആൾട്ടർനേറ്റായിട്ട് ഇൻഹെയിലും എക്സെയിലും ചെയ്യാം. ഇതിനെ അനുലോമ വിലോമ പ്രാണായാമ എന്ന് പറയാം. ലെഫ്റ്റ് ഹാൻഡ് ചിന്മുദ്രയിൽ മുട്ടിൻ്റെ പോർഷനിൽ ഇതുപോലെ പ്ലേസ് ചെയ്ത് നടുനിവർത്തി ഇരുന്ന് ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇനി നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാം. കൈകൾ രണ്ടും ചിന്മുദ്രയിൽ പ്ലേസ് ചെയ്ത് കണ്ണുകൾ അടച്ച് ശ്വാസഗതിയിൽ മാത്രം ശ്രദ്ധിച്ച് ശരീരം പാർട്ടുകൾ മൊത്തം റിലാക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ശാന്തമായിട്ടിരിക്കാം. നോർമൽ ബ്രീത്തോടു കൂടി. അതിനുശേഷം കൈകൾ തൊഴുതു പിടിച്ച് ഇനി നമുക്ക് ഒരു പ്ലെഡ്ജ് ചെയ്യാം. ഞാൻ എൻ്റെ മനസ്സിനെ എപ്പോഴും സന്തുലിതമായി നിർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ എൻ്റെ കുടുംബത്തോടും ജോലിയോടും സമൂഹത്തോടും ലോകത്തോടുമുള്ള കടമകൾ സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും നിർവഹിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ, എല്ലാവരും രോഗമില്ലാതെ ഇരിക്കട്ടെ, എല്ലാവർക്കും മംഗളങ്ങൾ മാത്രം ഭവിക്കട്ടെ, ആർക്കും ദുഃഖം ഉണ്ടാകാതിരിക്കട്ടെ, എല്ലാവരിലും ശാന്തിയും സമാധാനവും നിറയട്ടെ. ഓ ശാന്തി ശാന്തി ശാന്തി.